അപ്പോൾ നമ്മുടെ ഡേ 3 ഇതവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ 5:30 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയാണ്. റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ബസ്സിൽ കയറി ഊട്ടിയിലേക്കാണ് പോകുന്നത്. ഊട്ടിയിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്, ഒരു 6 hours ജേർണി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഊട്ടിയിൽ എത്തിയിട്ട് ഊട്ടിയിലെ വിശേഷങ്ങളായി കാണാം. അപ്പോൾ നമ്മൾ ഊട്ടിയിലെ ഫസ്റ്റ് ലൊക്കേഷനൊക്കെ എത്തിയിരിക്കാൻ ഗൈസ്. എനിക്കിപ്പോൾ വർണ്ണിക്കാൻ വാക്കുകളില്ല. ഇവിടെ തണുത്ത് വിറയ്ക്കാൻ മനുഷ്യൻ നോക്കി നമ്മുടെ കോലും വയസ്സൊക്കെ ആകെ മൊത്തം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഫൈനലി നമ്മുടെ വ്യൂ പോയിന്റ് ക്ലൈംബ് ചെയ്തിട്ട് എത്തിയിരിക്കാൻ ഗൈസ്. ഇവിടെ നല്ല തണുത്ത കാറ്റാണ്, മൊത്തത്തിൽ മരവിച്ചു കൊണ്ട്. ഓക്കെ, വ്യൂ പോയിന്റ് നോക്കി ഗൈസ്. ഇവിടുത്തേക്ക് ഒരു ക്ലൈമറ്റ്, അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. തണുത്ത് വിറച്ചു പോകും. ഇവിടുത്തെ വ്യൂ ഉണ്ട്, അസാധ്യ വ്യൂ ആണ്. നമ്മൾ അതാ ഞാനൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹില്ല് മൊത്തം കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഊട്ടിയിലെ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് ഒരു ടീ ഫാക്ടറിയാണ്. ഓക്കെ, ദാദാപെറ്റ ടീ ഫാക്ടറി അതിൻ്റെ പേര്. ഇവിടെ മെയിൻലി നമുക്ക് ടീ മാനുഫാക്ചർ ചെയ്യുന്നതിനെ കുറിച്ചും ടീ ആൻഡ് കോഫിയൊക്കെ അതിൻ്റെ ലീഫിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേയില കാണാൻ പറ്റില്ല. തേയില കളക്ട് ചെയ്തിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെ തേയില കഴുകിയിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് അടുത്തൊരു മെഷീനിലേക്ക് കാണാൻ ഇടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കഴുകിയെടുത്ത തേയിലകളൊക്കെ ഇവിടെ ഉണക്കുന്ന പ്രോസസ്സാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു മെഷീനിലേക്ക് എടുത്തിട്ട് അതൊക്കെ ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉണക്കിയെടുത്ത തേയിലകളൊക്കെ പൗഡർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ കാണുന്നത്. ഈ ഒരു മെഷീനിലൂടെ കടത്തി വിട്ടിട്ടാണ് അതൊക്കെ ഒരു പൗഡർ ഫോമിലേക്കാക്കി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ മെഷീൻസ് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് ചായ ഇട്ട് കുടിക്കുന്ന തേയിലയൊക്കെ ഇത്രയും വലിയ പ്രോസസ്സിലൂടെയാണ് കടന്നു പോയിട്ടൊക്കെയാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. എന്താല്ലേ. അപ്പോൾ നമ്മുടെ പൊടിച്ച് വന്ന ടീ പാർട്ടിക്കിൾസൊക്കെ ഈ ഒരു വലിയ സിലിണ്ടറിലേക്കാണ് കേട്ടോ അടുത്തതായിട്ട് പോകുന്നത്. ഈ സിലിണ്ടറിൻ്റെ പേര് ഗൂഗി എന്നാണ് കേട്ടോ, ഗൂഗി. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊടിച്ച് വന്ന ടീ പാർട്ടിക്കിൾസിനൊക്കെ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു ഡെൻസിറ്റിയൊക്കെ ലഭിക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് കേട്ടോ. അതായത് ഈ ഗൂഗി ഇങ്ങനെ ഒരു ചെറിയൊരു ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ടീ പാർട്ടിക്കിൾസിന് ആ ഒരു ടെക്സ്ചറും ഡെൻസിറ്റിയും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൂഗിയിൽ നിന്ന് കടന്നു വന്ന ടീ പാർട്ടിക്കിൾസൊക്കെ ഇനിയൊരു ട്രേയിലേക്കാണ് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്ന ഈ ടീ പാർട്ടിക്കിൾസിന് അതിൻ്റേതായ ഒരു സ്മെല്ല് അഥവാ ഫ്രാഗ്രൻസും പിന്നെ ആ ഒരു കളറും ടെക്സ്ചറൊക്കെ കിട്ടുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീ പൗഡർ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് വന്നത് ഈ ഒരു സ്റ്റേജിലേക്കാണ് കേട്ടോ. ഈ ഒരു മെഷീൻ്റെ പേര് ഫൈബ്രോമാറ്റ് എന്നാണ് കേട്ടോ, ഫൈബ്രോമാറ്റ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീ പൗഡറിലുള്ള ഫൈബർ പാർട്ടിക്കിൾസിനൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ആ ടീൻ്റെ പാർട്ടിക്കിൾസ് പിന്നെ ഡസ്റ്റ് അതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആണ് ഈ ഫൈബ്രോമാറ്റ് എന്നുള്ള മെഷീനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നത് പാക്കേജിങ് സെക്ഷനാണ് കേട്ടോ. ഫൈനലി എല്ലാ പ്രോസസ്സും കഴിഞ്ഞ ടീ പൗഡർ ഇവിടെ വന്നിട്ട് ആ കറക്റ്റ് അളവിൽ മെഷർമെൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യാൻ കേട്ടോ. അതൊക്കെ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ് ഗൈസ്. അതാണ് പാക്കിംഗ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ടീ ഫാക്ടറി കണ്ട വിശേഷങ്ങളൊക്കെ ഈ ഒരു മെഷീൻസ് മുഴുവൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഗൈസ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു കൈസ്പർശനം പോലും അതിനകത്ത് വരുന്നില്ല, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്യൂരിറ്റി ഒക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ടീ ഫാക്ടറി വിശേഷങ്ങൾ. ലാസ്റ്റ് നമുക്ക് ഒരു ചായ ഇട്ടിട്ടുണ്ട്, നല്ല അടിപൊളി ചായ ഉണ്ട്. അപ്പോൾ ടീ ഫാക്ടറിയുടെ അടുത്ത് തന്നെ വേറെ ചോക്ലേറ്റിന്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഫ്രീ ആയിട്ട് വന്ന് ടേസ്റ്റ് നോക്കാം. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചോക്ലേറ്റ് ഒക്കെ ഇടുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതാണ് ടീ ഫാക്ടറി വിശേഷങ്ങൾ. നമ്മൾ ഒരു കാർഡമൺ ടീൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് നടക്കാം. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഊട്ടിയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ.
ഇവിടെ ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. ഇതാ വലിയ ഗാർഡനാണ്, നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഹോർട്ടിക്കൾച്ചർ ഗാർഡനാണ് കേട്ടോ. അപ്പോൾ ഈ പാർക്കിൽ നല്ലൊരു വാട്ടർഫോളൊക്കെ വരുന്നുണ്ട്, നല്ല വെള്ളച്ചാട്ടമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എൻ്റെ പുറകിൽ ഒരു ലേക്ക് ഉണ്ട്. ഇതാ നല്ല മനോഹരമായ ഒരു ലേക്കൊക്കെ ഉണ്ട്. ഇതാ നല്ല എസ്തെറ്റിക് ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു എസ്തെറ്റിക് പ്ലേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രേ ഉള്ളൂ. എനിക്ക് ഇവിടുത്തെ ഓർഗനൈസേഷൻ നല്ല ഇഷ്ടപ്പെടുന്നു. എല്ലാ കാര്യം പക്ക പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ പറയുന്നത്. ഒരു ലേക്ക് നോക്കി അത് മീനുകളൊക്കെ ഇല്ല എടാ. ഇതാ ലേക്കിൽ നോക്കി നിറച്ച് മീനുകളൊക്കെ ഉണ്ട്. മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പ്ലേസ് ആണ്. മീനുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഗൈസ് നമ്മളിതവിടെ ഈ ഗാർഡനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇത് ഹോർട്ടിക്കൾച്ചർ ഗാർഡനാണ്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താ ഒരുപാട് തരം ചെടികൾ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. വരുന്നവർ ഇങ്ങനെ ഒരുപാട് ത്രില്ലടിക്കാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും നല്ല വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഭംഗി കാണണം, അത് നല്ല അടിപൊളിയാണ്. പിന്നെ ഒരു പാർക്കിന്റെ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. നല്ല ഗ്രാസ് ലാൻഡൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടന്ന് നല്ല സുഖമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു പീസ്ഫുൾ സ്ഥലമാണ്. നേച്ചർ ലവേഴ്സിനും പ്ലാന്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് സ്പോട്ട് ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ട്രിപ്പ് കഴിഞ്ഞല്ലോ, ചെറിയൊരു വിഷമമുണ്ട്, എന്നാലും നമ്മ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വരാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഇക്ബാൽ സൈനിങ് ഓഫ്.